അപ്പം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. മുടി കൊഴിച്ചിലും താരനൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എണ്ണ കാച്ചുന്ന വിധം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ കടയിൽ നിന്നും മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ ഈ ഹെയർ ഓയിലുകൾ വാങ്ങുമ്പോൾ ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ അത്രയൊന്നും വിലയില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പണ്ടത്തെ അമ്മമാരൊക്കെ എണ്ണ കാച്ചില്ലേ, ആ രീതിയിലൊരു എണ്ണ കാച്ചി നോക്കാം കേട്ടോ. ഞാൻ ഇവിടെ പിള്ളേർക്കൊക്കെ തേപ്പിക്കാറുണ്ട്. ഞാനങ്ങനെ തേക്കാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, അത് നെറുകിൽ ഇടുമ്പോഴേക്കും നല്ല തണുപ്പ് വരും. അപ്പോൾ എനിക്കത് പറ്റാറില്ല, അപ്പോൾ ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിലിന് ഒരു പരിധി വരെ മാറ്റാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്കതെങ്ങനെയാണ് കാച്ചിയാന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തേക്കുന്നത് നമ്മുടെ തുളസിയിലാണ് കേട്ടോ. തുളസിയിലൊക്കെ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന സാധനമാണല്ലോ. അതിന് പൂവുണ്ടായാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഒരു പിടി തുളസിയില എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായി എടുത്തേക്കുന്നത് ഒരു 5 പനിക്കൂർക്കലയാണ് കേട്ടോ. പനിക്കൂർക്കലയും തുളസിയിലയും നമുക്ക് നീരിറക്കം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചിലർക്കൊക്കെ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നീരിറക്കം നീർക്കെട്ടൊക്കെ ഉണ്ടാവില്ലേ, അതില്ലാണ്ടിരിക്കാൻ ഇത് രണ്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പൊട്ടിച്ചെടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. നമ്മുടെ ഹെയറിന് നല്ല കറുപ്പ് നിറം നൽകാനും അതുപോലെ ഹെയർ ഗ്രോത്തിനും കറിവേപ്പില നല്ലതാണ്. കഴിയുന്നതും ഫ്രഷ് കറിവേപ്പില തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ പിന്നെ ആവശ്യമുള്ളത് നമ്മുടെ കറ്റാർവാഴയുടെ ഇലയാണ്. ഞാൻ അതിൻ്റെ 2-3 തണ്ട് മുറിച്ചെടുത്തു കേട്ടോ. അതിൻ്റെ മഞ്ഞ നിറം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്, മുറിച്ച് അത് പോവാനായിട്ട് വെക്കുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അതിൻ്റെ 2 തണ്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ്. അതിൻ്റെ ഒരു 5 ഇല എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെമ്പരത്തി പൂവും ആവശ്യമാണ് കേട്ടോ. പിന്നെ ഒരു ചെമ്പരത്തി മുട്ട് നിന്നായിരുന്നു, ഞാൻ അതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തി പൂവൊന്നും വിരിഞ്ഞതില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ സന്ധ്യയാകുമ്പോൾ ഇന്ന് എണ്ണ കാച്ചണം എന്ന് വിചാരിച്ച കാരണം ഇന്നലെ സന്ധ്യയാകുമ്പോൾ കുറച്ച് ചെമ്പരത്തി പൂ ഉണ്ടായിരുന്നത് പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. അതിങ്ങനെ വാടി, എന്നാലും ഞാൻ അത് എടുക്കുകയാണ്. വേറെ ചെമ്പരത്തി പൂ ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞുള്ളിയിൽ നിറച്ച് സൾഫർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഹെയർ പൊട്ടിപ്പോകുന്നത് തടയാനും അതുപോലെ വളർച്ചേനെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഈ ഉള്ളി സഹായിക്കും. അതുപോലെ തന്നെ താരം പോകാനും ഈ ഉള്ളി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ തുളസിയില നമ്മുടെ തലയോട്ടിയിലെ രക്തോട്ടമൊക്കെ വർദ്ധിപ്പിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഹെയർ റൂട്ട്സൊക്കെ നല്ല സ്ട്രെങ്ത്തിൽ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ പനിക്കൂർക്കയില നമ്മുടെ ഹെയർ നല്ല കറുപ്പ് നിറത്തിൽ നല്ല ഇടതൂർന്ന് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ നമുക്ക് ചുമ, കഫക്കെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ എണ്ണ കാച്ചണയിൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നീരിറക്കം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതിനെടുക്കണ മെയിൻ ഒരു ഐറ്റം ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് ഉലുവ കുതിർത്തതാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഉലുവ തലേദിവസം കുതിർത്ത് വെച്ചതാണിത്. ഈ ഉലുവ ഒരാൾ മാത്രം മതി കേട്ടോ നമ്മുടെ ഹെയർ ഫോൾ കംപ്ലീറ്റ്ലി കുറയ്ക്കാനായിട്ട്. ഇത് നമുക്ക് എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുതിർത്ത് വെച്ച് തലയിൽ മാസ്ക് പോലെ പുരട്ടി വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ അടുത്തതായിട്ട് അലോവേര എടുത്ത് വെച്ചതിൻ്റെ മഞ്ഞ നിറമൊക്കെ പോയപ്പോൾ അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായി ചെത്തിയെടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊന്നും ഞാൻ മാറ്റണില്ല കേട്ടോ. നമുക്കിത് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊന്നും ചെത്തി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ തല എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പം നമ്മുടെ തല അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. തല വല്ലാണ്ട് ഡ്രൈ ആകുമ്പോഴാണല്ലോ ചൊറിച്ചിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണത്, താരനൊക്കെ ഉണ്ടാവണത്. അങ്ങനെ ഇതെല്ലാം കൂടി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ ഞാനിത് അരച്ചെടുത്തു. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പൊതിയിരിക്കുന്നത് തലേദിവസമേ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തത് കൊണ്ടാണ് കേട്ടോ. ഉലുവ പൊടിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതിങ്ങനെ പത പോലെ ഉണ്ടാവില്ല കേട്ടോ. അതെല്ലാം ഞാനൊരു ഇരുമ്പ് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. ഇവിടെ സ്ഥിരമായിട്ട് എണ്ണ കാച്ച ഉപയോഗിക്കുന്ന ചട്ടിയാണ്, ഇരുമ്പ് ചട്ടിയാണ്. ഇരുമ്പ് ചട്ടിയിൽ കാച്ചണതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ ഏത് എണ്ണയാണ് തലയിൽ തേക്കണത് വെച്ചാൽ ആ എണ്ണ ചേർക്കാം കേട്ടോ. ഞാനൊരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് കിളികളുടെയും മയിലിൻ്റെയും ഒക്കെ ശബ്ദമുണ്ട് കേട്ടോ. അവരുടെ ഒന്നും ശബ്ദം ഇല്ലാതെ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറേ വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ അവരിതൊന്നും നിർത്തണില്ല. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുകയാണ് എന്തായാലും. അപ്പോൾ ഈ അരപ്പും വെളിച്ചെണ്ണയും കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അടുപ്പിലാണ് ഞാനിത് കാച്ചിയെടുക്കണത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് നേരം നല്ലപോലെ തീ കത്തിച്ച് കൊടുക്കുക കേട്ടോ, ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തീയൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. കാരണം ചെറുതീയിൽ ഇരുന്നിട്ട് ഇത് മൂത്ത് വരട്ടെ. കുറച്ചധികം സമയം തന്നെ ഇത് അടുപ്പത്തിരുന്ന് മൂക്കണം കേട്ടോ.
പിന്നെ എണ്ണ കാച്ചുമ്പോൾ മൂപ്പ് കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിന് പല പല പരിവങ്ങളുണ്ട്. ഇപ്പോൾ ഇത് ചളിപ്പരിവം എന്ന് പറയും കേട്ടോ. ഞങ്ങളൊക്കെ പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കയ്യിലൊട്ടണ ഒരു പരുവത്തിലായിരിക്കും. കൈ പൊള്ളരുത് കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഈ പരിവാകുമ്പോൾ ഇതായി എന്നാണ് കേട്ടോ. ചരൽ പരിവം, മണൽ പരിവം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്യല്ല, അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. അങ്ങനെ വെള്ളമൊന്നും ആവാതെ ചൂടാറാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഈ അരിപ്പം ഞാൻ എണ്ണ കാച്ചുമ്പോൾ അരിക്കാനായി മാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ തുണിയിലിട്ടും അരിച്ചെടുക്കാം. തുണിയിലാകുമ്പോൾ നന്നായി പിഴിഞ്ഞെടുക്കാമെന്നാണ് കേട്ടോ. പക്ഷേ വെള്ളം ആവരുത്. നന്നായി കഴുകി തുടച്ചിട്ട് വേണം കേട്ടോ. വെള്ളമായി കഴിഞ്ഞാൽ നീരിറക്കം വരും കേട്ടോ. അത് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അപ്പോൾ ഞാൻ ഇത് കുപ്പിയിൽ ഒഴിച്ചേക്കാണ്. നല്ല കഴുകി തുടച്ചിട്ട് വെള്ളം തീരെ ഇല്ലാത്തൊരു കുപ്പിയിലാണ് ഞാനിത് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നിറമാണ് കേട്ടോ അത് കറക്റ്റ് മൂപ്പായിട്ട് വരുമ്പോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിച്ച് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിത് ആദ്യം തലയിൽ കുറേശ്ശെ മുടിയിൽ തൊട്ട് പറ്റി അങ്ങനെ ശീലാക്കിയതിന് ശേഷം വേണം കേട്ടോ തലയിൽ നെറുകിലൊക്കെ ഇട്ട് കുളിക്കാൻ. അല്ലെങ്കിൽ നല്ല നീരിറക്കം വരും, പനി വരും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ചണ്ടിയിൽ ഇനിയും എണ്ണ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വാർന്ന് വരുമ്പോൾ നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും എണ്ണയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതെല്ലാം ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഈ ചണ്ടി വെറുതെ കളയണ്ട കേട്ടോ. ഇതിൽ നല്ലപോലെ എണ്ണയുടെ അംശം ഉണ്ടാവും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തൈരെല്ലാം മോരെടുത്തിട്ട് കുറച്ച് ഈ ചണ്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ചണ്ടി കുറച്ച് ദിവസമൊക്കെ എടുത്ത് വെക്കാം. പക്ഷേ എയർ ടൈറ്റായിട്ട് ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ വെള്ളമയമായി കഴിഞ്ഞാൽ പിന്നെ പറയാതെ തന്നെ അറിയാമല്ലോ. അതുപോലെ തന്നെ കാറിയ മണവും വരും. അപ്പോൾ നമ്മൾ ടൈറ്റായിട്ട് അടച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ ദിവസം കുളിക്കുമ്പോൾ എണ്ണ തേക്കുന്നതിന് പകരം ഇത് കുറച്ച് തൈരിലോ അലവരയുടെ ജ്യൂസിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് കലക്കിയിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മുടിയിലൊക്കെ ഇത് തേച്ച് കൊടുത്താൽ എണ്ണ തേക്കണ പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് തേച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ ചെമ്പരത്തി താളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തേച്ചിട്ട് നമുക്ക് ഈ എണ്ണയൊക്കെ കഴുകി കളയാം കേട്ടോ. എപ്പോഴും പറ്റുകയാണെങ്കിൽ മുഴുവനും താളി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഷാമ്പുവിനേക്കാളും കേട്ടോ. ഹെൽപ്പ് ചെയ്യണ അടിപൊളി എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ കാച്ചുമ്പോൾ അടുത്ത ടൈം എല്ലാവരും ഇങ്ങനെ ഒന്ന് കാച്ചി നോക്കൂ കേട്ടോ.